മേജർ സംഘി മൈനർ രവി. മേജർ രവിക്കെതിരെ ജിൻഡോ ജോണിന്റെ രൂക്ഷ വിമർശനം. വിസ്മയ മോഹൻലാലിന്റെ രാഷ്ട്രീയം വിശദീകരിക്കാൻ മേജർ രവിക്ക് ആരാണ് ചുമതല നൽകിയതെന്ന് കോൺഗ്രസ് നേതാവ്. വിസ്മയ മോഹൻലാൽ വിവാദത്തിൽ പുതിയ രാഷ്ട്രീയ വഴിത്തിരിവ്. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച മോഹൻലാലിന്റെ മകളും എഴുത്തുകാരിയുമായ വിസ്മയ മോഹൻലാലിനെതിരെ സംവിധായകൻ മേജർ രവി നടത്തിയ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. മേജർ രവിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണാണ്. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ദീർഘക്കുറിപ്പിലൂടെയാണ് ജിൻഡോ ജോൺ മേജർ രവിയെ വിമർശിച്ചത്. വിസ്മയയുടെ രാഷ്ട്രീയം വിശദീകരിക്കാൻ മേജർ രവിക്ക് ആരാണ് ചുമതല നൽകിയതെന്ന് ചോദിച്ച അദ്ദേഹം മേജർ രവി അക്ഷരാർത്ഥത്തിൽ ഒരു മേജർ സംഖ്യയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നാണ് ആരോപിച്ചത്. വിസ്മയയ്ക്ക് രാഷ്ട്രീയ ബോധമില്ലെന്നും വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചുള്ള അവളുടെ പ്രതികരണം മനുഷ്യത്വത്തിന്റെ പേരിലാണെന്നുമായിരുന്നു മേജർ രവി പറഞ്ഞത്. തെരുവുനായയെ കണ്ടാൽ പോലും കരയുന്ന സ്വഭാവമാണ് വിസ്മയയ്ക്കുള്ളതെന്നും വിയറ്റ്നാമിൽ വളർന്നതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനാണ് ജിൻഡോ ജോൺ ശക്തമായ മറുപടിയും നൽകിയത്. മേജർ രവിയുടെ പ്രസ്താവനകളിൽ നിറയെ വിവരക്കേടുകളും തെറ്റായ ആരോപണങ്ങളുമാണുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു. വിദ്യാർത്ഥി സമരത്തിനു പിന്നിൽ വിദേശ ഫണ്ടാണെന്ന ആരോപണം, സോനം വാങ്ചുക്കിന്റെ പേര് പോലും തെറ്റായി പറഞ്ഞത്, സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്ന പരാമർശം, സമരക്കാർക്ക് CBSEയുടെ പൂർണ്ണരൂപം പോലും അറിയില്ലെന്ന വിമർശനം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജിൻഡോ ജോൺ മറുപടി നൽകിയത്. മേജർ രവി സമരത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ അപമാനിച്ചുവെന്നും പണം വാങ്ങിയാണ് അവർ റീൽ ചെയ്യുന്നതെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നും ജിൻഡോ പറയുകയുണ്ടായി. പ്രതിഷേധിക്കുന്നവർ ബോധമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥി സമരം വിദേശ ഫണ്ട് ഉപയോഗിച്ചുള്ളതാണെന്നും കർഷക സമരത്തിന് പിന്നിലുണ്ടായിരുന്നതുപോലെ ജോർജ് സോറോസിന്റെ ഫണ്ടാണ് ഇതിനും പിന്നിലെന്നുമുള്ള മേജർ രവിയുടെ വാദവും ജിൻഡോ തള്ളിക്കളഞ്ഞു. ഇത്തരം ആരോപണങ്ങൾ സംഘപരിവാർ വാട്സപ്പ് പ്രചരണങ്ങളുടെ ആവർത്തനമല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. മോദി സർക്കാരിന്റെ വികസന അവകാശവാദങ്ങളെയും ജിൻഡോ ചോദ്യം ചെയ്യുകയുണ്ടായി. തൊഴിലില്ലായ്മ, ചോദ്യപേപ്പർ ചോർച്ച, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചത്. വിദ്യാർത്ഥികളെ അടിക്കാമെന്ന തരത്തിലുള്ള മേജർ രവിയുടെ പരാമർശവും ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്ന ആരോപണത്തിനും വിദ്യാർത്ഥി സമരത്തെ വിദേശ ശക്തികളുമായി ബന്ധിപ്പിക്കുന്ന വാദങ്ങൾക്കും ജിൻഡോ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. പ്രതിഷേധം ജനാധിപത്യ അവകാശമാണെന്നും അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ അവസാനത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പൗരാവകാശത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും കാര്യത്തിൽ മേജർ രവി വെറും മൈനർ രവിയാണെന്ന് തെളിയിച്ചുവെന്നും സംഘപരിവാറിന്റെ കൂലിപ്പട്ടാളമായി മാറിയ ഒരാൾക്ക് ജനാധിപത്യ ഇന്ത്യയിലെ സമരങ്ങളെ ആക്ഷേപിക്കാൻ എന്ത് അവകാശമാണുള്ളത് എന്നും ജിൻഡോ ജോൺ വിമർശിച്ചു. അതേസമയം മേജർ രവിയുടെ പരാമർശങ്ങളും ജിൻഡോ ജോണിന്റെ മറുപടിയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്.